അച്ഛന്മാരെ തൊട്ട് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോയുടെ രണ്ടാം പാർട്ടാണിത്. ആ വീഡിയോ ലെങ്ത്ത് കൂടിയ കാരണം നമ്മൾ 2 പാർട്ടായി ചെയ്തതേ ഉള്ളൂ. നമ്മുടെ സ്വന്തം ഷെരീഫ് ഖാൻ്റെ ഷോപ്പിൽ തന്നെയാണ് ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അടുത്തത് നമ്മളെ അധികം പഴക്കമില്ലാത്ത ഒരാൾക്ക് ഇപ്പോൾ ഒരു പുതിയ വണ്ടി എടുക്കണം എന്ന് ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വണ്ടി ഒന്ന് വന്നിട്ട് നോക്കിയെടുത്താൽ മതി. കാരണം അധികം പഴക്കമില്ല, 2024 മോഡലാണ്. ഇപ്പോൾ 25 തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ഒരു വർഷം ഏകദേശം ആവണുള്ളൂ വണ്ടിക്ക് പ്രായം. പിന്നെ പുറം വണ്ടി ആയിരുന്നു നമ്മളിവിടെ കൊടുത്തിട്ട് ഇവിടുത്തെ വർക്ക് എടുത്തിട്ടുണ്ട്. നമ്മളെ തിരൂർ ആലത്തൂർ ഈ ഒരു ഏരിയയിലത്തെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഫുള്ള് കംപ്ലീറ്റ് എല്ലാ പണിയും കഴിച്ചിട്ടുണ്ട്. പെയിൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ കമ്പനി പെയിൻറ്റിംഗ് ആണ്, അതിലൊന്നും ചെയ്യേണ്ടത് വന്നിട്ടില്ല. കാരണം ഒരു വർഷം ആവണല്ലേ ഉള്ളൂ. പിന്നെ സീറ്റും കാര്യങ്ങളൊക്കെ പുതിയ സീറ്റും വുഡും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. ഇവിടുത്തെ പണി മാറ്റിയത് കാരണം അതിൻ്റെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. നല്ല വൃത്തിയുണ്ട് കാര്യങ്ങൾ, സീറ്റ് അടിച്ചതും കാര്യങ്ങളൊക്കെ. പിന്നെ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാ വർക്കും കഴിഞ്ഞിട്ട് കുട്ടപ്പനാക്കി നിർത്തിയ വണ്ടിയാണ്. പുതിയ വണ്ടി എടുക്കണ ആ ഒരു മേനിൽ നമുക്കിത് വണ്ടി കൊണ്ടുപോകാം. ഇതിൻ്റെ റണ്ണിങ് കിലോമീറ്റർ എന്ന് പറയുന്നത് ആകെ 19,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി. ഒരു വർഷത്തെ ഓട്ടം അത്രേ ആവണുള്ളൂ. വണ്ടിക്ക് ടയറും കാര്യങ്ങളൊക്കെ കമ്പനി കൊടുത്ത ടയറുകളാണ്, വേറെ മാറ്റം ഒരു കാര്യങ്ങളും മാറ്റിയിട്ടില്ല. അതിനുള്ള ടൈം ആയിട്ടില്ല വണ്ടി. അതുകൊണ്ട് ധൈര്യത്തിൽ എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. വണ്ടിക്ക് റേറ്റ് ചോദിക്കുന്നത് 2,50,000 ഇതിൽ അടവ് കിട്ടും. ഒരു ആധാർ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ സീറ്റ് അടവും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു ഡൗൺ പേയ്മെൻ്റ് ആയിട്ടൊരു 10-60 റുപ്യൊക്കെ ഇറക്കിയാൽ ബാക്കി അടവ് നമുക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവിടുന്ന്. നമ്മളടുത്ത് ഒരു 2015 ഡബിൾ കണ്ണ് കുട്ടി ഡീസൽ തന്നെയാണ് വണ്ടി വരുന്നത്. KL56 രജിസ്ട്രേഷൻ വരുന്നത്. ഇപ്പോൾ നമ്മളെല്ലാ വണ്ടിയിലും നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്നത് മെയിൻ ഗ്ലാസ് കൂളിംഗ് ചെയ്ത് വരുന്നുണ്ട്. നമുക്ക് ഉള്ളിലേക്ക് ഹീറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് ഈ വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണിച്ച പുതിയ വർക്ക് കഴിഞ്ഞ എല്ലാ വണ്ടിയിലും ഗ്ലാസ് ആ മോഡൽ തന്നെയാണ് വരുന്നത്, കൂളിംഗ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് ഡ്രൈവർക്കും അല്ലാതെ വെയിലും കാര്യങ്ങളൊന്നും അടിക്കില്ല. എല്ലാ പണിയും കഴിച്ചിട്ട് നിർത്തിയ വണ്ടിയാണ്. 2015 മോഡൽ. പുതിയ പേപ്പർ എടുത്ത് കൊടുക്കുന്നതാണ്. ഒരു വണ്ടി കൊണ്ടുപോകുന്ന ആൾക്ക് ഒരു കൊല്ലത്തിന് ഇനി വേറെ ഒന്നും ചെയ്യാനുണ്ടാവില്ല. പേപ്പർ സൈഡ് വണ്ടി ബോഡിയും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഓടാൻ ഉള്ളതുണ്ട്. കാരണം എല്ലാ പണിയും കഴിപ്പിച്ചിട്ടുണ്ട്. പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ തീർത്ത് പെയിൻറ്റിങ് എല്ലാം ചെയ്ത് വുഡും സീറ്റും എല്ലാം പുതിയത് ചെയ്തിട്ട് നിർത്തിയിട്ടുള്ള വണ്ടിയാണ്. ധൈര്യത്തിൽ കൊണ്ടുപോകാം. നമുക്ക് കൊണ്ടുപോയാൽ അത്യാവശ്യം ഇനി വേറെ ഒന്നും ചെയ്യാനില്ല, നേരിട്ടാണ്ട് പോയിട്ട് ഓടുക, അത്ര പണിയേ വരുന്നുള്ളൂ. 2015 മോഡൽ. ചോദിക്കണ റേറ്റ് 1.5 ലക്ഷം, 1,50,000. റേറ്റിൽ ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ കിട്ടും. നമ്മൾ എടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ കിട്ടും. നമുക്ക് അടുത്ത് വരുന്നത് നമ്മളെ പഴയ മോഡൽ ഒറ്റക്കണ്ണൻ, എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മോഡലാണ്. ബജാജിൻ്റെ ഒറ്റക്കണ്ണൻ വണ്ടി 2012 മോഡലാണ്. KL01 തിരുവനന്തപുരം രജിസ്ട്രേഷനിൽ വരുന്നതാണ്. നമ്മളെ തിരൂർ RT ഓഫീസിൽ കാര്യങ്ങളാണ് ഇതിൻ്റെ പേപ്പറൊക്കെ ചെയ്യുന്നുള്ളത്. നിലവിൽ ഇവിടുത്തെ RT ഓഫീസിലാണ്. രജിസ്ട്രേഷൻ വരുന്നത് തിരുവനന്തപുരത്താണ്. പിന്നെ വണ്ടി ഇതുപോലെ മറ്റു വണ്ടികൾ പറഞ്ഞ പോലെ തന്നെ എല്ലാ പണിയും കഴിപ്പിച്ച് ബോഡിയൊക്കെ ഇറക്കിയിട്ട് പെയിൻറ്റിങ്ങും കാര്യങ്ങളും പാച്ച് വർക്കും എല്ലാം കഴിച്ചിട്ടുള്ള വണ്ടിയാണ്. ഫിറ്റിങ്സ് ഒക്കെ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. നമുക്ക് ഈ വണ്ടിയുടെ റേറ്റും കാര്യങ്ങളൊക്കെ പൊതുവേ നമ്മൾ കമൻറ്റിലൊക്കെ കണ്ടിട്ടുണ്ട്, റേറ്റ് കൂടുതലാണ്. ചിലതിന് മര്യാദ റേറ്റ് ഉള്ളൂ, ചിലതിന് കുറച്ച് കൂടുതൽ വരുന്നത്. എന്താണെന്ന് വെച്ചാൽ പേഴ്സണലായി പറയുകയാണെങ്കിൽ നമുക്ക് ഈ വണ്ടി പണിയെടുപ്പിച്ച് വരുമ്പോൾ അത്യാവശ്യം നല്ല എമൗണ്ട് വരുന്നുണ്ട്. നമുക്ക് ഈ വണ്ടിക്ക് കൊടുത്തിട്ടുള്ള റൂട്ട്സിൻ്റെ ഹോണിന് മാത്രം ഞാനിപ്പോൾ വണ്ടി പണിയെടുപ്പിച്ചത് കൊണ്ട് എനിക്ക് അതിൻ്റെ കറക്റ്റ് റേറ്റ് അറിയാം. അതുകൊണ്ട് പറയുകയാണെങ്കിൽ ഏകദേശം 2,000 രൂപയുടെ അടുത്ത് ഈ ഒരു റൂട്ട്സിൻ്റെ ഹോണിന് മാത്രം റേറ്റ് വരുന്നുണ്ട്. 1,900, 2,000 ഒക്കെയാണ് ഓരോ ഷോപ്പിൽ റേറ്റ് വരുന്നത്. പിന്നെ ഈ സൈഡിൽ കൊടുത്തിട്ടുള്ള ഫിറ്റിങ്സും വീൽ കപ്പ്, റണ്ണിങ് പൈപ്പ്, തൂണ്, അതിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഫിറ്റിങ്സിന് തന്നെ നല്ലൊരു എമൗണ്ട് നമുക്ക് വണ്ടിക്ക് വരും. അത്യാവശ്യം നല്ല എമൗണ്ട് ഓരോ വർക്കിനും വരുന്നുണ്ട്. ഓരോ വർക്ക് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ ആ ഒരു എമൗണ്ട് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ പറയുന്ന റേറ്റ് ഒന്നും ഒരിക്കലും കൂടുതലല്ല. നമുക്ക് അതിൻ്റെ മെനക്കെടും കാര്യങ്ങളൊക്കെ അവിടെ തീർത്തിട്ടാണ് നമുക്ക് വണ്ടി തരുന്നത്. അപ്പോൾ നമുക്കിനി ഇത് നേരിട്ട് കൊണ്ടുപോയി ഓടേണ്ട ആവശ്യം വരുന്നുള്ളൂ. സെക്കൻഡ് ഹാൻഡ് ആണെങ്കിലും ബോഡിയും കാര്യങ്ങളൊക്കെ കണ്ടാൽ നമുക്കൊരു പുതിയത് എടുക്കണ ഒരു ഫീലിംഗ് തന്നെയാണ്. എല്ലാ വർക്കും കഴിച്ച വണ്ടിയാണ്. ഇതിൻ്റെ റേറ്റ് ചോദിക്കുന്നത് 1.8 ചെറിയൊരു രീതിയിൽ നെഗോഷ്യബിൾ ഉണ്ടാവും പ്രൈസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പുതിയ വണ്ടി വേറെ ഒന്നും കൂടെ ഉണ്ട്. പുതിയതെന്ന് പറഞ്ഞാൽ 2024 മോഡൽ. അധികം ഓടാത്ത വണ്ടിയാണ്. നമുക്ക് പുതിയ വണ്ടി എടുക്കാൻ പോകുന്ന ഒരാൾക്ക് ഇത് കണ്ടിട്ട് പോകണതാണ് ഒന്നുകൂടെ നല്ലത്. കാരണം നമ്മൾ ഈ അടവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ വണ്ടിക്ക് അത്യാവശ്യം നല്ല റേറ്റ് വരും. 3,500,000 ലക്ഷത്തോളം റേറ്റ് വരും. നമ്മൾ അടവൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ 4 ലക്ഷം റുപ്യോളം വരുന്നുണ്ട് റേറ്റ്. അപ്പോൾ ഇത് അധികം പഴക്കമില്ല വണ്ടി. ആകെ 6,600 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2024 മോഡൽ വണ്ടി വരുന്നതാണ്. ഇതിൻ്റെ വുഡ് അടക്കം ഒന്നും ചെയ്തിട്ടില്ല, കമ്പനിയിൽ നിന്ന് ഇറക്കിയിട്ടുള്ള അതേപോലെയാണ്. നമുക്ക് ഇനി കൊണ്ടുപോയിട്ട് നമ്മളതായിട്ടുള്ള രീതിയിൽ വേണമെങ്കിൽ പണിയെടുപ്പിക്കുക. ഒക്കെ കമ്പനിയിൽ നിന്ന് എങ്ങനെ ഒരു വണ്ടി ഇറക്കുക അത്രേ ചെയ്തിട്ടുള്ളൂ. ടയറടക്കം കമ്പനിയിൽ നിന്ന് കൊടുത്തിട്ടുള്ളതാണ്, വേറെ ഒന്നും വണ്ടിയിൽ പ്രത്യേകിച്ച് ചെയ്തിട്ടില്ല. 2024 മോഡൽ വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 2,40,000. 2,40,000 പറഞ്ഞ് 2,40,000 വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് 2,40,000. ചെറിയ രീതിയിൽ പ്രൈസ് നെഗോഷ്യബിൾ ഉണ്ടാവും. അത് നമുക്ക് ഇവിടെ വന്നിട്ട് വണ്ടി എടുക്കുന്നത് നമുക്ക് ഉറപ്പാണെങ്കിൽ എന്തായാലും റേറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. വണ്ടി അടവും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഓക്കെ, നമുക്ക് 2012 ഒരു വണ്ടിയും കൂടെ ഉണ്ട്. ഏകദേശം അതേ റേറ്റാണ് തന്നെയാണ് വരുന്നത്. 1,08,000 ചോദിക്കുന്നത്. 2012 മോഡൽ, എല്ലാ പണിയും കഴിപ്പിച്ച് ഫിറ്റിങ്സ് ഒക്കെ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ഇന്നറും വുഡ്, സീറ്റ് വർക്ക്, പെയിൻറ്റിങ്, പാച്ച് വർക്ക് എല്ലാം കഴിച്ചിട്ട് റെഡിയാക്കിയിട്ട് നമ്മൾ ഓടാൻ വേണ്ടി റെഡിയാക്കി നിർത്തിയിട്ടുള്ള വണ്ടിയാണ്. പുതിയ പേപ്പർ, 1 വർഷത്തെ പേപ്പറും ഉണ്ട് വണ്ടിക്ക്. നമുക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ ഇനി ഈ വണ്ടിക്ക് ഒന്നും ചെയ്യാനില്ല. വണ്ടീൻ്റെ റണ്ണിങ് കണ്ടീഷനും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ വന്നിട്ട് ഡയറക്റ്റ് ചെക്ക് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ഒക്കെ നമുക്ക് ഇവിടെ തന്നെ ചെയ്ത് കൊടുക്കണം. ബജാജിലെ ഏറ്റവും വലിയൊരു വണ്ടി ഇവിടെ എടുക്കുന്നുണ്ട്. 2023 മോഡൽ ബജാജിൻ്റെ മാക്സിമ എക്സ് വൈഡ് ആണ് വണ്ടി. അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസും ലഗേജ് സ്പേസും ഒക്കെ ഉള്ള വണ്ടിയാണ്. നമ്മൾ പിയാഗിയോൻ്റെ ആപ്പൻ്റെ ഏറ്റവും വലിയ മോഡൽ, അതിനേക്കാളും സ്പേസ് ഉള്ള വണ്ടിയാണിത്. അപ്പോൾ ഒരു ചെറിയൊരു ആപ്പൻ്റെ ലോഡും കാര്യങ്ങളൊക്കെ ഈ വണ്ടിയിൽ പോകും. നമ്മൾ എന്തായാലും പുറത്ത് പറയില്ലെങ്കിലും നമുക്ക് ചെറുതായിട്ട് ലഗേജും കാര്യങ്ങളും ലോഡൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ വണ്ടി തന്നെയാണ്. പാസഞ്ചർക്കും അത്യാവശ്യം നല്ല രീതിയിൽ ഇരിക്കാൻ പറ്റിയ വണ്ടിയാണ് ബജാജിൻ്റെ ഏറ്റവും വലിയ വണ്ടി. ഇത് 2023 മോഡലാണ്. പുതിയ വണ്ടിയാണ്. 2 വർഷത്തെ പഴക്കേ ഉള്ളൂ. 2 വർഷം ആവണുള്ളൂ വണ്ടിക്ക്. കമ്പനി പെയിൻറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. വുഡടക്കം കമ്പനിയിൽ നിന്ന് കൊടുത്താണ്, വേറെ വർക്കൊന്നും ചെയ്തിട്ടില്ല. 2 വർഷത്തെ ആ ഒരു ഓടിയിട്ടുള്ള ഒരു പഴക്കം മാത്രമേ വണ്ടിക്കുള്ളൂ. വണ്ടീൻ്റെ റേറ്റ് ചോദിക്കുന്നത് 2,35,000 ഒരു 1.5 ലക്ഷത്തോളം വണ്ടിക്ക് അടവ് കിട്ടുന്നുണ്ട്. ബാക്കി എമൗണ്ട് നമ്മൾ കണ്ടെത്തണം. ഒരു ആധാറും ഒരു ഫോട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് വണ്ടി അടവിനിട്ടിട്ട് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ ഗൈസ്, ഇത് ബജാജിൻ്റെ കുട്ടി ഡീസലാണ്. 2014 മോഡൽ വരുന്നത്. ഇനി ഇതിന് ചോദിക്കേണ്ട പ്രൈസ് എന്ന് വെച്ചാൽ 1,40,000. 33,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇപ്പോൾ ഉള്ളൊക്കെ നോക്കണം, അടിപൊളിയാണ്. ഞാൻ സൈഡൊക്കെ നോക്കണേ. ഇത് എക്സ്ട്രാ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി തന്നെയാണ്. ഫുൾ വർക്ക് ചെയ്യിച്ച വണ്ടിയാണ്. 1,40,000 ചോദിക്കും. എന്തെങ്കിലും നെഗോസിബിൾ ഉണ്ടാവും. ഗൈസ്, ഇത് ബജാജിൻ്റെ ഇതാണ്, CNG ആണ്. അപ്പോൾ 23 മോഡലാണ് വരുന്നത്. അപ്പോൾ കിലോമീറ്ററൊക്കെ നോക്കുകയാണെങ്കിൽ 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഫുള്ള് പണിയെടുത്ത വണ്ടിയാണ്. സീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ അടിപൊളി സീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ്. CNG ആണ്. മറ്റേ ഡീസലിനെ അപേക്ഷിച്ച് നല്ല മൈലേജൊക്കെ കിട്ടും. അപ്പോൾ ഇതിന് ചോദിക്കണ പ്രൈസ് എന്താണെന്ന് വെച്ചാൽ 2,500 ചോദിക്കണത്. 23 മോഡലാണ്. ടയറൊക്കെ ഫുള്ള് വരുന്നുണ്ട്. ആപ്പ വണ്ടി നോക്കണവർക്ക് നല്ലൊരു വണ്ടിയുണ്ട്. 2016 മോഡൽ. ബ്രേക്ക് പുതിയ പേപ്പർ എടുത്ത് കൊടുക്കുന്ന വണ്ടിയാണ്. ഇവിടുന്ന് പണിയൊക്കെ കഴിപ്പിച്ചിട്ടുണ്ട്. ഇനി നേരെ ബ്രേക്ക് എടുത്തിട്ട് വണ്ടി നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കുന്നതാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പണിയെടുപ്പിച്ചിട്ടുണ്ട്. 2016 മോഡൽ വരുന്ന വണ്ടിയാണ്. പാച്ച് വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. 23,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ആപ്പ വണ്ടി ആയതുകൊണ്ട് തന്നെ റണ്ണിങ് കുറവായിരിക്കും. നമുക്കറിയാം, ഗുഡ്സ് കൊണ്ട് പോകുന്ന ആ ഒരു ഓട്ടം മാത്രമേ ഉണ്ടാവുള്ളൂ. പാച്ച് വർക്കൊന്നും ഇല്ല. നമുക്ക് കണ്ടാൽ തന്നെ അതിൻ്റെ വൃത്തിയുണ്ട്. എല്ലാ വർക്കും കഴിപ്പിച്ചിട്ടുണ്ട്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 1,20,000 അടവിന് കിട്ടുന്നതാണ് വണ്ടി. നമുക്ക് ഇവിടുന്ന് സേട്ട് അടവ് നമ്മളിവിടുന്ന് കടയിൽ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ആധാർ, ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ അപ്പോൾ സിമ്പിളായിട്ട് സേട്ട് അടവ് കിട്ടും. അപ്പോൾ ജസ്റ്റ് ചെറിയൊരു എമൗണ്ട് നമുക്ക് ഡൗൺ പേയ്മെൻറ്റ് മുടക്കേണ്ടതുണ്ടാവുള്ളൂ. കൂടുതൽ ഡീറ്റെയിൽസൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഡയറക്റ്റ് കടയിൽ വന്നിട്ട് ചോദിക്കാം. വണ്ടിയുടെ പുറമേയുള്ള കണ്ടീഷനൊക്കെ നമുക്ക് മോശം പറയാനൊന്നുമില്ല. പണിയെടുപ്പിച്ച വണ്ടിയാണ്. ബാക്കി റണ്ണിങ് ഒക്കെ നമ്മൾ ഇവിടെ വന്നിട്ട് ചെക്ക് ചെയ്തിട്ടെടുക്കും. 2005 മോഡൽ വണ്ടിയുണ്ട് വരുന്നത്. ഒരു പ്രൈവറ്റ് വണ്ടിയാണ്. അപ്പോൾ ഇത് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടച്ചർക്കും കാര്യങ്ങളൊക്കെ എടുത്ത വണ്ടി തന്നെയാണ്. 2005 മോഡലാണ്. അപ്പോൾ അതിനനുസരിച്ച് ഉണ്ടാവുള്ളൂ. ഇതിന് ചോദിക്കണ പ്രൈസ് എന്ന് വെച്ചാൽ 35 ഉറുപ്പ്യാണ്. കിലോമീറ്റർ ഇപ്പോൾ എത്രയുള്ളതെന്ന് പറഞ്ഞാൽ 70,000 കിലോമീറ്റർ ഓടിക്കണേ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചില എക്സ്ട്രാ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വണ്ടി തന്നെയാണ്. പ്രൈവറ്റ് വണ്ടിയാണ്. അപ്പോൾ പ്രൈവറ്റ് വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഒരു നല്ലൊരു വണ്ടിയാണ്. തൽക്കാലത്തേക്ക് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. പുതിയ കളക്ഷനും പുതിയ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.